ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻസ് എന്താണ്, നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക, ഇതൊരു ടൈംലെസ് ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനും നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് സോർട്സ്, 8 ഓഫ് പെൻഡക്കിൾ, 2 ഓഫ് പെൻഡക്കിൾ, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, the hanged man, Ten of Cups, Ten of Wands, Knight of Wands, Temperance, Four of Cups and bottom of the deck വന്നിട്ടുള്ളത് 10 of Pentacle ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ പറയാൻ പറ്റും, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പാസ്റ്റില് വളരെ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് എന്തൊക്കെയോ റീസൺ കൊണ്ട്, അത് കരിയർ ആണെങ്കിലും ലവിലാണെങ്കിലും നിങ്ങൾ എന്തൊക്കെയോ റീസൺ കൊണ്ട് വളരെ കുടുങ്ങി കിടന്നിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരാൻ സാധിക്കാതെ അത്രയ്ക്കും ഒരു എന്താ പറയുക, ഡിപ്രസ്ഡ് ആയിട്ട് ഒരു മെന്റലി ഒക്കെ വീക്ക് ആയിരുന്നിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തം ബാലൻസ് ചെയ്യാൻ, ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലവരുടെയെങ്കിലും കേസിൽ റിലേഷൻഷിപ്പ് ബേസ് പറയാം. അതായത് നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ ഇട്ടിട്ട് പോയ സമയത്ത് നിങ്ങൾ ആകെ കൂടി ഡൗൺ ആയിട്ട് ഇരുന്നിട്ട് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ, ഒന്നും നിങ്ങളുടെ ജോലിയിലാണെങ്കിലും നിങ്ങളുടെ ഒരു കാര്യത്തിലും, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം ഡൗൺ ആയിട്ടിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ചിലരെങ്കിലും അതിൽ നിന്നും ഇപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ട് ബാലൻസ്, ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, വളരെയധികം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനോട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങളെ തളർത്തിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്നത്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്ത്, അവരെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ചേസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടങ്ങി എന്ന് വേണം പറയണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് തന്നെ വന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ വരുന്നു എന്ന് വേണം പറയണമെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ ചുമരിൽ കുറെ ചുമതലകൾ ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നു എന്ന് വേണം പറയണമെങ്കിൽ. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ എനർജി ആ ഒരു ലോ ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തതുകൊണ്ടാണ് പലരും ഇപ്പോൾ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് ചെയ്ത് നിൽക്കുന്നവരുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നവരുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ മാറ്റം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.
ഇത്ര നാളും നിങ്ങളുടെ പാസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇമോഷണലി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നിങ്ങളെ വിട്ടിട്ട്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വിട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അത് നിങ്ങളുടെ ആരാണെങ്കിലും, ഫ്രണ്ട് ആണെങ്കിലും, നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ, ആർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മുൻപന്തിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു അവസരം വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിങ്ങൾ ഒരു ബാലൻസ് ലൈഫിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണം പറയണമെങ്കിൽ. അതായത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ സോൾ കണക്ട് ആകുന്ന ഒരുപാട് സോളുകളെ നിങ്ങളുടെ സോൾ അട്രാക്ട് ചെയ്യുന്നു എന്ന് വേണം പറയണമെങ്കിൽ. ഓക്കെ, ഇനിയിപ്പം സിംഗിൾ ഒക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഫാമിലി ഒന്നും ഇല്ലാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പേഴ്സൺസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ സോൾമേറ്റ് കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളവരൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ലൈഫിനെ തന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ചിലരുടെങ്കിലും കേസിൽ ഇപ്പോഴും ഡൗൺ ആയിട്ട് സ്റ്റെക്ക് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും ഇങ്ങനെ വേസ്റ്റ് ചെയ്യാണ്. ഒരു ദിവസം എണീക്കുന്നു, ആ ദിവസം മുഴുവൻ വേസ്റ്റ് ആകുന്നു. അങ്ങനെയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ സോൾ അത് വളരെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ നിന്നൊന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ മൂവ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വരണമെന്ന് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആരോ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് എന്താ പറയാ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഇന്നർ വോയിസ് കിട്ടുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റെക്ക് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അത് തന്നെ ആലോചിച്ച് പാസ്റ്റിനെ ഇങ്ങനെ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ടാകാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് പാസ്റ്റിൽ കഴിഞ്ഞു പോയത് നിങ്ങൾ പ്രസന്റിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞു പോയതാണ്. പ്രസന്റിൽ ജീവിക്കുക, പ്രസന്റിൽ തന്നെ ജീവിക്കുക. ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ടും അതുപോലെ പാസ്റ്റിനെ ആലോചിച്ചിട്ടും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. പ്രസന്റ് എന്താണോ അതിന്റെ കൂടെ തന്നെ ഫ്ലോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ചിലവരുടെ എനർജിയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഡൗൺ ആയിട്ട് ഒരു ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ലവിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, എന്തിലാണെങ്കിലും നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെയുള്ളവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് അതിലും കാട്ടി ബെറ്റർ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ജോലിയാണെങ്കിലും എന്താണെങ്കിലും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്ത് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു റീഡിംഗ് കാണുന്ന പലവർക്കും സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ടാവും, സ്നേഹബന്ധങ്ങൾ വന്നിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് ലിസൺസ് എടുത്തിട്ടുണ്ടാകും. മാറ്റങ്ങൾ, ചേഞ്ചുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നതായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇനിയിപ്പോ ഡൗൺ ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തേണ്ടതാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.